എലപ്പുള്ളി മദ്യ പ്ലാന്റ് വിഷയത്തിൽ നിയമസഭയിൽ വാക്കുവാദം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും എക്സൈസ് മന്ത്രി എം.പി. രാജേഷും തമ്മിലാണ് തർക്കമുണ്ടായത്. മദ്യ പ്ലാന്റ് വിഷയത്തിൽ ഒയാസിസ് കമ്പനി മാത്രം എങ്ങനെ ചർച്ച നടത്തിയെന്ന് വി.ഡി. സതീശൻ ഉന്നയിച്ചു. പദ്ധതിയിൽ ഗൂഢാലോചനയുണ്ടെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള GST നഷ്ടം ഉണ്ടാവുമെന്ന്. ഇപ്പൊ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് GST ഇല്ല. എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിനാണ് GST ഉള്ളത്. അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിന് പുറത്തു നിന്ന് വരുന്നത്. അതിന് തന്നെ സർ IGST കിട്ടും. കാരണം അവിടെ നിന്ന് വാങ്ങിക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ IGST കിട്ടുന്നതാണ്. ₹1 പോലും ടാക്സ് ഇനത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല. സർ, എന്റെ ചോദ്യം, ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ IOCയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്ന്. സാർ, ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ എലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് IOCയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്? സർ, ഒന്നാമത്തെ കാര്യം GSTയുടേതാണ്. GST മദ്യനിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് മാത്രമാണ് GST ഇല്ലാത്തത്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്. അതേസമയം എത്തനോളിന് GST ഉണ്ട്. 5% GST ഉണ്ട്. 18% ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി പ്രകാരം കുറച്ച് 5% കുറച്ചതാണ്. അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായൊരു പെശക്, കേരളത്തിലേക്ക് വരുന്ന എത്തനോളിന്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ്. നേരെ തിരിച്ചാണ് സർ. മദ്യനിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ENA അളവിന്റെ 3 ഇരട്ടിയാണ് കേരളത്തിലേക്ക് 4 പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ. 4 വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. അത് 3 ഇരട്ടിയാണ്. മദ്യത്തിന് വരുന്നത് 9.21 കോടി ലിറ്റർ. ഇൻഡസ്ട്രിയൽ പർപ്പസിന് എത്തനോൾ വന്നത്, ENA വന്നത് 9.21 കോടി ലിറ്റർ. ഈ എത്തനോൾ വന്നത് 30.26 കോടി ലിറ്റർ. അപ്പൊ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഇനി ഈ 5% GST എത്തനോളിന് ഉണ്ടാവുന്നത്, ചുമത്തുന്നത്, നമുക്ക് നഷ്ടം വരുന്നത്, പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം 100 കോടിയിലധികം രൂപയാണ്. ഒരു കൺസർവേറ്റീവ് ഫിഗറാണ് 100 കോടി എന്നത്. മാത്രമല്ല 2030 ആകുമ്പോഴേക്കും ബ്ലെൻഡിംഗ് 30%, 25% ആക്കണം എന്ന് കേന്ദ്ര സർക്കാരിന്റെ നയമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പൊ 30 കോടി എന്നത് 75 കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു 6000 മുതൽ 10000 കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത്. ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും, കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത്.